ഇന്ന് വളരെ സാധാരണമായി കാണുന്നതും പക്ഷെ പലരും ഗൗരവമായി എടുക്കാത്ത ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, ഫാറ്റി ലിവർ. കേരളത്തിലെ പഠനങ്ങൾ അനുസരിച്ച് അഡൾട്ട് പോപ്പുലേഷനിൽ 2-1 വീതം ഫാറ്റി ലിവർ ഉണ്ടെന്നാണ്. ഫാറ്റി ലിവർ എന്തെന്നാൽ കരളിൽ അമിതമായി കൊഴുപ്പ് അടിയപ്പെടുന്ന അവസ്ഥയാണ്. എന്താണ് കാരണങ്ങൾ? അമിതമായ മദ്യപാനം, അമിതവണ്ണം, വ്യായാമമില്ലാത്ത ജീവിതശൈലി, പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, പിന്നെ മറ്റ് മരുന്നുകളുടെ പാർശ്വഫലമായും ഫാറ്റി ലിവർ ഉണ്ടാവുന്നതാണ്. അതിലിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് അമിതഭാരം, വ്യായാമമില്ലാത്ത ജീവിതശൈലി, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ കൃത്യമായ സമയത്ത് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയ ലിവർ സ്റ്റേറ്റോസിസ്, ലിവർ ഫൈബ്രോസിസ്, സിറോസിസ്, ലിവർ ഫെയിലിയർ, ലിവർ ക്യാൻസർ വരെ ആകാവുന്നതാണ്. 80 മുതൽ 90% ആളുകളിൽ പ്രത്യേകിച്ചായിട്ടുള്ള രോഗലക്ഷണങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി അൾട്രാസൗണ്ട് സ്കാനോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ എടുക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. 10 മുതൽ 20% ആളുകളിൽ ചെറിയ രോഗലക്ഷണങ്ങൾ കാണിക്കാം. അതായത് വയറിന് മുകളിൽ വലതുഭാഗത്ത് വേദന, വലിച്ചിൽ, ക്ഷീണം, ഓക്കാനം, ഭക്ഷണത്തിനോടുള്ള വിരക്തി എന്നിവ കാണാറുണ്ട്. ഇതിൽ പ്രത്യേക കാര്യം എന്തെന്ന് വെച്ചാൽ ഫാറ്റി ലിവർ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാനും പൂർണ്ണമായി മാറ്റാനും സാധിക്കുന്നതാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് മരുന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ്. അതായത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് റെഡ് മീറ്റ്, ബേക്കറി ഐറ്റംസ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ള ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ എന്നിവ കൺട്രോളിലാക്കാനും ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ ഒരു നിശബ്ദ രോഗമാണ്. അതിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നേരത്തെ കണ്ടെത്തിയും ശരിയായ ജീവിതശൈലി സ്വീകരിച്ചും നമുക്ക് കരൾ രോഗങ്ങളെ മാറ്റി നിർത്താവുന്നതാണ്. Thank you.